ഇനിയും ഒരംഗത്തിന് എനിക്ക് ബാല്യമുണ്ട്, എൻ്റെ ആരോഗ്യത്തിന് ഒരു പ്രശ്നവുമില്ല, എൻ്റെ ഓർമ്മശക്തിക്ക് ഒരു പ്രശ്നവുമില്ല, CPM-നെ കേരളത്തിൽ അധികാര കസേരയിൽ നിന്ന് താഴെ ഇറക്കാൻ, പിണറായി വിജയനെ എന്താണ് കൂവി ഓടിക്കാൻ എനിക്ക് ആരോഗ്യമുണ്ടെന്ന് തെളിയിക്കുകയാണ് സുധാകരൻ ഈ പ്രസ്താവനയിലൂടെ. എന്താണ് BJP-യുടെ ബെസ്റ്റ് പാർട്ട്ണറാണ് CPM. അദ്ദേഹം പറയുന്നത് കുറേ പോയിന്റുകൾ നിരത്തിയാണ് സുധാകരൻ ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയന് 2021 തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ ആരോപണങ്ങളാണ് നിലനിന്നിരുന്നത്, ഏതൊക്കെ പ്രശ്നങ്ങളാണ് നിലനിന്നിരുന്നത്, ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ എങ്ങനെയാണ് പിണറായി വിജയൻ തലയൂരി വന്നത്, എന്താണ് 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താണ് ഏതൊക്കെ കേസുകൾ, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അതുപോലെ ലൈഫ് മിഷൻ കേസ്, മാസപ്പടി കേസ്, ഇതൊക്കെ ഉണ്ടായിരുന്നുവല്ലോ. മാസപ്പടി കേസ് പിന്നീടാണ് വരുന്നത്. പക്ഷേ ഈ കേസുകളൊക്കെ ഉണ്ടായിരുന്നിട്ട് പിണറായി വിജയൻ ജയിലിൽ പോകാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇടതുമുന്നണിയിൽ 11 രാഷ്ട്രീയ കക്ഷികളുണ്ട്. ഇടതുമുന്നണിയിൽ 12ാമത്തെ രാഷ്ട്രീയ കക്ഷിയാണ് BJP. ഈ രാഷ്ട്രീയ കക്ഷികൾ, അതായത് 11 രാഷ്ട്രീയ കക്ഷികൾ LDF-ലും 12ാമത്തെ രാഷ്ട്രീയ കക്ഷി BJP പുറത്തും, ഇവർ 12 പേരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു. ആർക്ക് വേണ്ടി? CPM-ന് വേണ്ടി. അങ്ങനെയാണ് CPM വിജയിക്കുകയും വോട്ടുകൾ കൂടുതൽ നേടുകയും പിണറായി വിജയൻ 2ാം വട്ടവും മുഖ്യമന്ത്രിയാവുകയും ചെയ്തതെന്നാണ് സുധാകർജിയുടെ കണ്ടെത്തൽ.